ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഷർട്ടിൽ എങ്ങനെയാണ് കോളർ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളതാണ്. അത് കോളറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഷർട്ട് എങ്ങനെയാണ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് ഓരോ ചെറിയ പോയിന്റുകൾ ഉൾപ്പെടെ നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്കും തുടർന്നുള്ള എല്ലാ വീഡിയോസിനും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും. നമ്മൾ നെക്കിൻ്റെ ലെങ്ത് എടുക്കുകയാണ്. ഈ ക്ലോത്തിൻ്റെ എങ്ങനെയാണോ ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി അത് അനുസരിച്ച് നമ്മൾ ഇങ്ങനെ പിടിച്ചെടുത്താൽ മതി. അല്ലാതെ ഒട്ടും വലിക്കരുത്. നമ്മളിങ്ങനെ എടുക്കുന്നിടത്ത് ഒരു ചെറിയ വ്യത്യാസം വന്നാൽ പോലും കോളറിൽ വ്യത്യാസം വരുവേ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിപ്പോൾ ഇവിടെ ഒരു 15 ഇഞ്ചെന്നാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഒരു മെത്തേഡ് കൂടെ ഉണ്ട്. ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നല്ല നീറ്റായിട്ട് ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ച് ഇതുപോലെ നോക്കിയെടുത്താലും മതി. അത് നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇൻ്റർഫേസിങ് ഫാബ്രിക്, അതായത് ബക്രമാണ് എടുത്തിരിക്കുന്നത്. അതിനെ രണ്ടായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തു ക്ലോസ് ആയ സൈഡ് നമ്മുടെ വശത്തേക്ക് കിട്ടി. നമ്മൾ ആ 15-ൻ്റെ കറക്റ്റ് പകുതിയായിട്ടുള്ള 7.5 ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഒട്ടും സീം അലവൻസ് ഒന്നും കൂട്ടുന്നില്ല, ക്ലോത്തിലേ കൂട്ടുന്നുള്ളൂ. ഇൻ്റർഫേസിങ് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, കറക്റ്റ് അളവാണ്. എന്നിട്ട് 1 ഇഞ്ച് വിട്ട് നമ്മൾ ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഭാഗമെല്ലാം നമുക്ക് നല്ല നീറ്റായിട്ട് വരച്ചു കൊടുക്കാം. നമ്മൾ എപ്പോഴും പെൻസിലാണ് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് താഴെ ഭാഗത്തു നിന്ന് ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. 1/4 ഇഞ്ച് മതിയേ. അതുപോലെ തന്നെ ഇനി ഇവിടെ നിന്ന് ഈ 1/4 ഇഞ്ചിലേക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ ഷേപ്പ് ചെയ്ത ഭാഗം നമ്മളത് ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഷേപ്പ് ചെയ്ത് അത്രയും ഭാഗം മാത്രം മതി. അതുപോലെ തന്നെ ഈ മുകളിലത്തെ വരയിൽ നിന്ന് താഴേക്ക് ഒരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്തുക. ആ ഭാഗവും നമ്മളിത് ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ 1/4 ഇഞ്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് അവിടെ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ആ ഫസ്റ്റ് വരച്ച വരയിൽ നിന്ന് ഇതുപോലെ 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമുക്കൊന്ന് ഡാർക്കാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് കറക്റ്റ് ആ താഴെ കിട്ടിയ 7.5 ഇഞ്ച് തന്നെയാണ്. എന്നിട്ട് അവിടെ നമ്മളിങ്ങനെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, 2 ഇഞ്ച് വിഡ്ത്തിൽ. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 1/4 ഇഞ്ചോ 1 ഇഞ്ചോ അത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. അതവിടെ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തുക. ആ 1.5 ഇഞ്ചിൽ നിന്ന് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്ന ഈ 1/4 ഇഞ്ചും ഇങ്ങോട്ട് പോയിന്റ് കൊടുക്കുക. ഇത് 1 ഇഞ്ച് വരെ വേണേലും ആകാവേ. എന്നിട്ട് അവിടെ നിന്ന് താഴ്ഭാഗം നമ്മൾ ആ കോളറിൻ്റെ ഭാഗം നല്ലൊരു ഓവൽ ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ. ഇനി നമുക്ക് ഇതുവഴിയെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നത് വളരെ കെയർഫുള്ളായിട്ടാണ് ഈ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കേണ്ടത്. നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ ലഭിച്ചിട്ടുണ്ട്. അത് തന്നെയുമല്ല, നമ്മൾ ഒട്ടും സീം അലവൻസ് കൂട്ടിയല്ല ഇട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലോത്തിൽ നമ്മളിപ്പോൾ അയൺ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതുപോലെ നമ്മളുടെ ക്ലോത്തിനെ എടുക്കുക, അതിൻ്റെ റോങ് സൈഡിലേക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മൾ കോളറാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കോളർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരു പീസിലേക്ക് അയൺ ചെയ്തെടുത്തതിന് ശേഷമാണ് റോങ് സൈഡിലാണ് അയൺ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഒരു സിമ്പിൾ മെത്തേഡാണ്. ആ സ്ട്രെയിറ്റ് ആയ ഭാഗത്തു നിന്ന് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കോർണർ വരെ കൊണ്ടുവരിക. എന്നിട്ട് ഒരു ത്രെഡ് എടുത്ത് 3-4ആയിട്ട് മടക്കി ആ നീഡിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് നന്നായിട്ട് ടൈറ്റായിട്ട് നീഡിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ 2 പോർഷൻ്റെയും മിഡിൽ വഴി, അതായത് നമ്മളുടെ ടോപ്പിലെ ആദ്യമേ ആ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പോർഷൻ ഇങ്ങനെ മാറ്റിക്കൊടുത്ത് ഇതുപോലെ നീഡിലിൽ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അടുത്ത പോയിന്റിൽ വരുമ്പോഴും ഇതുപോലെ തന്നെ ആ കോർണറിൽ നീഡിൽ കുത്തുക. എന്നിട്ട് ഒറ്റ പ്രാവശ്യം കറക്കുമ്പോൾ ആ ത്രെഡിൽ നിന്ന് ഇപ്പറേ വരണം നമ്മളുടെ നീഡിൽ.
എന്നിട്ട് ഇതുപോലെ തന്നെ അതേ സെയിം പ്രോസസ്സ് ചെയ്യുക. ഇങ്ങനെ അകത്തേക്ക് വെക്കുക. അതായത് 2 ത്രെഡും ഉള്ളിൽ വരുന്ന പോലെ ആക്കി വെക്കുക. എന്നിട്ട് ഇങ്ങനെ ആ പോയിന്റ് ഷേപ്പ് ചെയ്ത് ഇവിടെ ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ എല്ലാം 2 ടൈംസ് ഇതേ രീതിയിൽ ചെയ്തെടുക്കാവേ. എന്നിട്ട് ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കി ഇനി നമുക്ക് ഈ സീം അലവൻസ് എല്ലാം ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ കോർണറുകളും ഇതുപോലെ നീറ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ത്രെഡിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചാൽ മതി. അപ്പോൾ കോർണറുകൾ നല്ല നീറ്റായിട്ട് കിട്ടും. പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ടുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. ഇപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കോളറിൻ്റെ ഈ ഭാഗം ലഭിച്ചു. ഇനി നമ്മൾക്ക് ഇത് കോളർ സ്റ്റാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഈ കോളർ സ്റ്റാൻഡ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് ഇതുപോലെ നല്ല നീറ്റായിട്ട് ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ കാണുകയാണ് ചെയ്യേണ്ടത്. കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം. എന്നിട്ട് ഇനി നമ്മൾ ആ കോർണർ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം മാത്രം ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ കോളറിൻ്റെ ഈ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഭാഗവും ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മൾ കാണുകയാണ് ചെയ്യേണ്ടത്. കറക്റ്റ് സെൻറ്റർ. എന്നിട്ട് കറക്റ്റ് ആ കോളർ എവിടെയാണോ അതിൻ്റെ ബാക്കി സീം അലവൻസ് ഇങ്ങനെ നമ്മളൊന്ന് മടക്കി കൊടുത്ത് അതുവഴി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. നല്ല തയ്ക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. അതായത് അകത്ത് വെച്ചിരിക്കുന്ന ആ ഇൻ്റർഫേസിങ്ങിൽ സൈഡ് വഴി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ ആ ഇൻ്റർഫേസിങ് അറിയാൻ വേണ്ടി അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നു. നേരത്തെ മാർക്ക് ചെയ്തത് അതൊന്നുകൂടെ നമ്മൾ തെളിച്ച് കൊടുക്കുന്നു. ഇനി നമ്മളൊരു ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ നല്ല വശത്തിലേക്ക് നമ്മളിപ്പം ആ കോളർ സ്റ്റിച്ച് ചെയ്തത് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അടുത്തത് നമ്മൾ ഇൻ്റർഫേസിങ് പിടിപ്പിച്ച് വെച്ചേക്കുന്ന ആ കോളർ സ്റ്റാൻഡിൻ്റെ ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് സീം അലവൻസ് ഇട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റ് ആ സെൻറ്റർ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്ലോത്തിലേക്ക് ഒരു പീസ് ക്ലോത്തിലേക്ക് ഇങ്ങനെ ആ സെൻറ്റർ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററും നമ്മളുടെ ഇൻ്റർഫേസിങ് വെച്ച് ആ കോളർ സ്റ്റാൻഡിൻ്റെ നല്ല വശങ്ങളും തമ്മിൽ, അതായത് ആ മിഡിലിൽ നമ്മൾ കോളർ തയ്ച്ചതും അതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ കോളർ സ്റ്റാൻഡും വെച്ച് കൊടുക്കുന്നു. താഴെ ഒരു ക്ലോത്തും. എന്നിട്ട് ആ ഇൻ്റർഫേസിങ് നമ്മൾ സീം അലവൻസ് ഒട്ടും ഇടാതെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ കോളർ കട്ട് ചെയ്ത് ആ ടോപ്പിൽ വെച്ചിരിക്കുന്ന ആ കോളർ സ്റ്റാൻഡിന് നമ്മളൊരു 1/4 ഇഞ്ച് സീം അലവൻസ് ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുവഴിയാണ് ഇങ്ങനെ സൈഡ് വഴിയാണ് സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത്. 2 ടൈംസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ബാലൻസ് ഉള്ള 1/4 ഇഞ്ച് സീം അലവൻസ് ഇട്ട് ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി തിരിച്ചിടുമ്പോൾ ഇത് കണ്ടോ, നമ്മുടെ കോളർ സ്റ്റാൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കിട്ടുകയാണ് ഈ സമയത്ത്. ഇനി താഴത്തെ പീസ് നമ്മൾക്ക് കുറേയേറെ സീം അലവൻസ് ഉണ്ട്. അത് നമ്മൾ ഒരു 1/4 ഇഞ്ച് ഇട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കോളർ സ്റ്റാൻഡും കോളറോട് അറ്റാച്ച് ചെയ്യാൻ പറ്റി. ഇനി നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒരല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടോ മാറരുത്. കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്യുക. ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചതിനെ ഇനി നമ്മളുടെ ഷർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മളുടെ ഷർട്ട് എടുത്ത് ഷർട്ടും അതുപോലെ തന്നെ 2ആയിട്ട് ഇങ്ങനെ കറക്റ്റ് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഇവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരല്പമെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ നീറ്റാകത്തില്ല. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് നോക്കാം കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയോ എന്ന്. നമുക്കിപ്പം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയം തൊട്ടേ നല്ല നീറ്റായിട്ട് നോക്കണം. ഇനി നമ്മൾ ഒരല്പം വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ ബാക്ക് സൈഡിലാണ് നമ്മൾ ഒന്ന് കുഴിച്ച് കൊടുക്കേണ്ടത്. ഇനിയും നമുക്ക് ഷർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ കോളർ എടുക്കുക. കോളറിൻ്റെ സീം അലവൻസ് ഉള്ള ഭാഗവും ഷർട്ടിൻ്റെ നല്ല വശവും കൂടാണ് ഒരുമിച്ച് ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ വെച്ച്, അതായത് കോളറിൻ്റെ ആ സീം അലവൻസ് നമ്മൾ ഇട്ടേക്കുന്ന ആ ഭാഗവും ഷർട്ടിൻ്റെ നല്ല വശവും കൂടെ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് വളരെ സ്ലോ ആയിട്ടാണ് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. വളരെ കെയർഫുള്ളായിട്ട് സ്ലോ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 ടൈംസ് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട്
ഇവിടെ ഇങ്ങനെ ഈ ഭാഗങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് കൈകൊണ്ട് വെച്ച് കൊടുത്ത് നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് അടുത്ത ഷോൾഡറിൻ്റെ അവിടെ മുതലാണ്. ഈ ഷോൾഡർ ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നല്ല നീറ്റാക്കി കൈകൊണ്ട് നല്ല നീറ്റാക്കി വെച്ച് വേണം നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു ചുളുക്കവും വരാൻ പാടില്ല. ഇവിടെ എല്ലാം നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു നീഡിൽ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ആ ഭാഗമെല്ലാം അകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മൾ തിരിച്ച് ഈ ഭാഗമെല്ലാം നല്ല ക്ലിയർ ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആ സ്റ്റാൻഡ് വെച്ച് കൊടുത്തേക്കുന്നതിൻ്റെ അതുവഴി വീണ്ടും സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരികയാണ്. വീണ്ടും അങ്ങനെ. അപ്പം നമ്മൾ ഒരു ഷോൾഡറിലാണ് സ്റ്റിച്ചിങ് തുടങ്ങിയത്. പക്ഷേങ്കിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല കെയർഫുള്ളായിട്ട് ഇതുപോലെ നീഡിലൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കാവേ. ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് അവിടെ ലോക്ക് ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ലഭിച്ചു. ഇനി നമ്മൾ ഇതിൻ്റെ പുറത്തു കൂടി ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യണം. അത് നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടെയാണ് തുടങ്ങുന്നത്. ഏതെങ്കിലും ഒരു ഷോൾഡറിൻ്റെ അവിടെ തുടങ്ങി നമുക്ക് നല്ല വശത്തിലൂടെ സ്റ്റിച്ച് ചെയ്യാവേ. ഇങ്ങനെ ഇതിൻ്റെ ഈ ടോപ്പിലെ കോളർ വഴിയും സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി. ആ എഡ്ജൊക്കെ നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് അടുത്ത കോളറിൻ്റെ അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. നമ്മൾ എവിടെയാണോ തുടങ്ങി അവിടം വരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തോണേ. അപ്പം 2 ടൈംസ് അവിടെ സ്റ്റിച്ചിങ് ആകുകയും ചെയ്യും. ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ കോളർ ലഭിച്ചു. അപ്പോൾ ഈ കോളർ സ്റ്റിച്ച് ചെയ്ത മെത്തേഡ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ ഷർട്ടിൻ്റെ ഫുൾ വീഡിയോ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യും. അതിനകത്ത് ഓരോ പോയിൻറ്റ്സും പറഞ്ഞാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതും മിസ്സാക്കരുത്. അതുപോലെ തന്നെ വീഡിയോസ് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തുടർന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.